എല്ലാവർക്കും നമസ്കാരം. രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനത്തിലേക്ക്, സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സ്വാതന്ത്ര്യദിന ആശംസകൾ നാം പരസ്പരം നേരുമ്പോൾ നാം മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നാം വസിക്കുന്ന കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തിനെക്കുറിച്ചാണ്? വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അങ്ങനെ വാദിക്കുന്നവരും ഒരു ഭാഗത്തും, വന്ദേമാതരം നമ്മുടെ മതേതരത്വത്തെ തകിടം മറിക്കുന്നതാണ്, അല്ലെങ്കിൽ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മറുഭാഗവും. യഥാർത്ഥത്തിൽ ഈ മതേതരത്വം എങ്ങനെയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്? സർവധർമ്മ സമഭാവനയുടെ അടിസ്ഥാനത്തിലാണോ? വസുദൈവ കുടുംബകം എന്ന വിശാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതുമല്ല, ഒരു ഭരണഘടന ഉയർത്തുന്ന ചില നിയമ വസ്തുതകളുടെ പിൻബലത്തിലാണോ ഈ നാടിൻ്റെ മതേതരത്വം നിലകൊള്ളുന്നത് എന്ന് ഈ വർത്തമാന യുഗത്തിൽ നാം കൃത്യമായും ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കണം, ചർച്ച ചെയ്യണം എന്ന് പറയുന്നത്? ആ വിഷയം അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്കറിയാം, ഭാരതത്തിൽ നിന്ന് ഈ സ്വാതന്ത്ര്യം നാം നേടുന്ന സമയത്ത് മതത്തിൻ്റെ പേരിൽ വേർപെട്ടു പോയ ഒരു ഭൂപ്രദേശമാണ് പാകിസ്ഥാൻ. അതിനു മുൻപ് ഗാന്ധാരി ദേവിയുടെ നാമത്താൽ അറിയപ്പെട്ട ഗാന്ധാരദേശം അഫ്ഗാനിസ്ഥാനായിട്ട് മാറി. മതത്തിൻ്റെ പേരിലായിരുന്നു വേർപെട്ടു പോയത്. ഡാബറേശ്വരി ദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ഡാക്ക ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ വേർപെട്ടു പോയി ബംഗ്ലാദേശായി. ലാഹോറിലും റാവൽപിണ്ടിയിലുമൊക്കെ ഉണ്ടായിരുന്ന ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളുമൊക്കെ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു. വേർപെട്ടു പോയ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ഹിന്ദു സമൂഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ നാടിൻ്റെ ജനസംഖ്യ ആനുപാതികം പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഗാന്ധാരദേശത്ത് ജീവിച്ചിരുന്ന ഹിന്ദു സമൂഹം എത്ര കണ്ട് പിന്നീട് അവശേഷിച്ചു എന്നുള്ളതും നാം ആ പ്രദേശത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പരിണാമങ്ങൾ, ജനസംഖ്യ ആനുപാതികത്തെക്കുറിച്ചുകൂടി ചിന്തിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ചർച്ച ചെയ്താൽ നമുക്ക് പിടികിട്ടും. വേർപെട്ടുപോയ പ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെ ജീവിച്ചിരുന്ന ചില വിഭാഗത്തിൽപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന ചില സംസ്കാരം പേറുന്ന ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ എന്നുള്ളത് നാം ഒന്ന് ലഘൂകരിച്ച് പറയുമ്പോൾ, അതുമല്ല, ശരിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ മതവിശ്വാസികൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ആ മതവിശ്വാസികളാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നിട്ട് പറയുന്നത് മതേതരത്വത്തെക്കുറിച്ച്. എത്ര വിശാലമായിട്ടുള്ള പുരോഗമനത്തെയും മതേതരത്വത്തെയും കുറിച്ചാണ് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇവർ ചർച്ച ചെയ്യുന്ന വാദഗതികൾ, മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയങ്ങളൊക്കെ കണ്ടാൽ ഒരു പക്ഷേ നാം ഭയപ്പെട്ടു പോകും. എത്രത്തോളം അബദ്ധമാണ് നാം പറയുന്ന സംസ്കാരം എന്നുള്ളത്. നാം പറയുന്ന സാംസ്കാരിക ധാരയെക്കുറിച്ച്, നാം പറയുന്ന രാഷ്ട്രബോധത്തെക്കുറിച്ചൊക്കെ നമുക്ക് പോലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് വാദഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നാടിൻ്റെ ദേശീയതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നു എങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഏത് അജണ്ടയാണ് ഇവരെ ഇത്തരത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഈ രാഷ്ട്രം നാം കണ്ട ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അത് ആ വിഘടനവാദം തന്നെയായിരുന്നു. ഓരോ ഭൂപ്രദേശവും മതത്തിൻ്റെ പേരിൽ വിഘടനവാദം ഉന്നയിച്ചുകൊണ്ട് വെട്ടി വേർപെടുത്തി വാങ്ങുമ്പോൾ ആ വിഭജനം കൊണ്ട് തൃപ്തിപ്പെട്ട് ആ വിഭജനത്തിൽ സായുജ്യമടഞ്ഞ് തങ്ങളുടെ മതാധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥകളാൽ ജീവിക്കാൻ സാധിക്കുന്ന ഭൂപ്രദേശം കൊണ്ട് ഞങ്ങൾ സംതൃപ്തരായി പിരിഞ്ഞുപോയി എന്നുള്ള നിലയ്ക്കല്ല, പിന്നീട് ശേഷിച്ച ഭൂപ്രദേശവും പരിവർത്തനം ചെയ്ത് ആ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പരിപൂർണതയിലേക്ക്, മതാധിഷ്ഠിത ലോകത്തിലേക്ക് മുഴുവൻ രാജ്യങ്ങളെയും മാറ്റിയെടുക്കുക എന്നുള്ള സങ്കുചിതമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യം വെച്ചുകൊണ്ട്, അബദ്ധജനകമായിട്ടുള്ള താല്പര്യം എന്നുകൂടി കൂട്ടിച്ചേർക്കണം. കാരണം വേർപെട്ടു പോയ ഭൂപ്രദേശങ്ങളിലൊന്നും തന്നെ മനുഷ്യന് സ്വൈരജീവിതം സാധ്യമാകാത്ത നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അബദ്ധജനകമായിട്ടുള്ള ചിന്ത എന്നു തന്നെയാണ് പറയേണ്ടത്. അത്തരത്തിലുള്ള ചിന്ത വച്ചു പുലർത്തിക്കൊണ്ട് വീണ്ടും ഈ വിഘടനവാദം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, പുൽവാമയും പഹൽഗാമിലും ഒക്കെ നാം കണ്ടു.
അവിടെയൊക്കെ കണ്ടത് ഭീകരാക്രമണങ്ങളായിരുന്നു. ആ ഭീകരാക്രമണങ്ങളെയൊക്കെ പിന്നീട് ചില ഇസ്ലാമിക ഭീകര സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം കേവലം രാജ്യങ്ങളോടുള്ള ശത്രുത അല്ലെങ്കിൽ രാജ്യത്തോടുള്ള ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന രാജ്യത്തോടുള്ള ശത്രുതയുടെ പേരിലല്ല, ആ രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്കാരത്തോടുള്ള, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രാണവായുവായിട്ടുള്ള ആ സനാതന ധർമ്മത്തോടുള്ള കൃത്യമായിട്ടുള്ള വിരോധം തന്നെയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആ ഹിന്ദു യുവതികളുടെ സിന്ദൂരം മായ്ക്കുന്ന പ്രവർത്തനം, കൊച്ചുകുട്ടികളുടെയും സ്ത്രീജനങ്ങളുടെയും മുന്നിൽ വെച്ച് പുരുഷന്മാരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് അവരുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് ഈ ജിഹാദി ഭീകരർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം അല്ലാതെ മറ്റെന്താണ്? ഈ മതരാഷ്ട്രവാദം തന്നെയാണ് മാപ്പിള ലഹള മുതൽ മാറാട് വരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അതിശയിക്കുന്നത്? ഈ കൃത്യമായിട്ട് രാജ്യത്തെ വിഘടിപ്പിക്കുവാനും വേർപെടുത്തുവാനും വേണ്ടിയിട്ട് ഇവർക്ക് കിട്ടുന്ന ഉൾപ്രേരണ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മതത്തിന്റെ അധീനതയിലാകണം എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും എന്നുള്ള ചിന്ത ഇവരെ നയിക്കുന്നിടത്തോളം കാലം ഈ മതവാദം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. ആ മതവാദത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്ദേ മാതരം ചൊല്ലുന്നതിനെ എതിർക്കുന്നത്. ആ മതവാദത്തെ ന്യായീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് മറ്റു സനാതന ധർമ്മവിശ്വാസികളായിട്ടുള്ള, എന്തിനേറെ പറയുന്നു ധീരദേശാഭിമാനിയായിട്ടുള്ള, ഇത്രയും അധികം വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വീര സവർക്കറെ പോലും അവഹേളിക്കുവാനും വീര സവർക്കറെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരണങ്ങൾ അഴിച്ചു വിടുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ വീര സവർക്കർ ചെയ്ത ഇവരോടൊക്കെ ചെയ്ത തെറ്റെന്താണ് എന്ന് ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് സവർക്കർ ഒരു ശക്തമായിട്ടുള്ള ഹിന്ദുത്വവാദിയായിരുന്നു എന്നുള്ളതാണ് ഇതിന് ഹേതുവായിരിക്കുന്നത്. അതായത് ഹിന്ദുത്വ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും എതിർക്കുക, ഹിന്ദുത്വ ദർശനത്തെ മുഴുവനായി എതിർക്കുക, ഈ നാടിൻ്റെ ദേശീയത, ഈ നാടിൻ്റെ ജനതയെ പരസ്പരം കോർത്തിണങ്ങുന്ന ആ സനാതനധർമ്മം നശിച്ചാൽ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾക്ക് വൈദേശിക രാഷ്ട്രങ്ങളിലിരുന്ന് ആ നാട്ടിലാകെ സ്വൈരമായിട്ടുള്ള ജനജീവിതം പാടെ നശിപ്പിച്ചിട്ട് ഈ ഭാരതത്തിൽ ലോകത്തെ ആകമാനം അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് സർവധർമ്മ സമഭാവന അല്ലെങ്കിൽ വസുദൈവ കുടുംബകം ഇത്തരത്തിലുള്ള മഹത്തായിട്ടുള്ള ആശയങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്ത ഈ ഭാരതം പോലുള്ള നാടിനെ, ആ നാടിൻ്റെ സ്വൈരജീവിതം കൂടി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഇവിടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. വൈദേശികർ കടന്നു വന്നത്, ഈ മുഗളന്മാരൊക്കെ തന്നെ കടന്നു വന്നത് കേവലം കച്ചവട താല്പര്യത്തിലാണോ? കേവലം ഈ നാടിലേക്ക് വന്ന ഇവിടുത്തെ മുഗള സാമ്രാജ്യമൊക്കെ സ്ഥാപിച്ച് ഇവരൊക്കെ വാദിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മുഗളന്മാരുടെ വരവോട് കൂടിയിട്ട് ഈ നാട് വലിയ പുരോഗമനത്തിലേക്ക് കുതിച്ചു എന്നൊക്കെയാണ്. ഈ നാട്ടിൽ മുഗളന്മാർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഒന്നൊന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേവലം ഭൂപ്രദേശത്തെ പിടിച്ചെടുക്കുക എന്നുള്ള മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരുന്നില്ല, മറിച്ച് നമ്മുടെ കൃത്യമായിട്ട് സമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ ക്ഷേത്ര സ്വത്തുവകകൾ കൈയടക്കുക, ക്ഷേത്ര വിഗ്രഹങ്ങൾ, തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ വജ്രങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആ വിഗ്രഹങ്ങളൊക്കെ തന്നെ കടത്തിക്കൊണ്ടു പോവുക, അതിരറ്റ സമ്പത്ത്, സ്വർണവും വജ്രങ്ങളും ഒക്കെ കൊള്ളയടിക്കുക, അതുപോലെ തന്നെ കൊട്ടാരങ്ങൾ ആക്രമിക്കുക, സമ്പത്ത് കൈയടക്കുക, ഇത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഈ മുഗളന്മാരൊക്കെ തന്നെ, ഈ ഇസ്ലാമിക ജിഹാദി ഭീകരരൊക്കെ തന്നെ ഇവിടുത്തെ സ്ത്രീജനങ്ങളെ അപഹരിക്കുവാനും അവരെ മതപരിവർത്തനം ചെയ്യുവാനും മടിച്ചില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് സമ്പത്തിനും സാമ്രാജ്യ വിസ്തൃതിക്കും വേണ്ടി മാത്രമായിരുന്നില്ല, മതപരിവർത്തനം കൃത്യമായിട്ടുള്ള ഇവരുടെ അജണ്ടയായിരുന്നു അവരുടെ ആ കടന്നുവരവിനെ സാധൂകരിച്ചത്.
അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വഴിവെച്ചത് എന്ന് മനസ്സിലാക്കിയാൽ ഇന്നും ഈ കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും നടക്കുന്ന ജിഹാദി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ആവേശപൂരിതമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആവേശത്തോടു കൂടിയിട്ട് ഈ പ്രവർത്തനം നടക്കുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പോലും ചൊല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രവിരുദ്ധതയ്ക്ക് ഇവിടുത്തെ വൈദേശിക ധനസഹായത്താലും ആശയസഹായത്താലും പ്രേരണ നൽകുന്ന വൈദേശിക കരങ്ങൾക്ക് അല്ലെങ്കിൽ വൈദേശിക ശക്തികൾക്ക് സംഘടനയുടെ രൂപത്തിലോ മറ്റേത് രൂപത്തിലായാലും ആ മതസംഘടനകൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടം കൂടി കൂട്ടുചേരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ആ പ്രതിബന്ധം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്ന് ഓരോ ദേശസ്നേഹിയും ചിന്തിക്കേണ്ട അവസരം കൂടിയാണ് ഈ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷവേള. അങ്ങനെ വളരെ പ്രതിസന്ധി പൂരിതമായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തെ കേരളം പോലുള്ള നമ്മുടെ സംസ്ഥാനത്തിൽ കൃത്യമായിട്ടും ദേശീയ വീക്ഷണമുള്ള നമ്മുടെ ദേശീയ താല്പര്യമുള്ള മുഴുവൻ സ്വാഭിമാനികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ നാം തരണം ചെയ്യുക തന്നെ വേണം. ഇത്തരത്തിലുള്ള രാഷ്ട്രദ്രോഹികളെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്കറിയാം ധാരാളം ബുദ്ധിമുട്ടുകൾ, ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വിഷയങ്ങളിൽ എനിക്കിത് അനിവാര്യമാണ്, ഞാനിത് ചെയ്തേ തീരൂ എന്നുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നാം എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചിട്ട് നമുക്ക് മുന്നേറുവാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മെ നയിക്കുന്ന ലക്ഷ്യബോധം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മെ തയ്യാറെടുപ്പിക്കുന്നത്. അതേ സാഹചര്യമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ടത്. കാരണം ഈ നാടെന്ന് പറയുന്നത് അടുത്ത നമ്മുടെ തലമുറയ്ക്ക് സുഖമായിട്ട്, നമ്മുടെ തലമുറയ്ക്ക് നിർഭയമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇന്ന് നാം ഉണ്ടാക്കി വെച്ച് പോകണം. എപ്രകാരം അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവികർ നമുക്ക് മുന്നിൽ നടന്നുപോയ വീര സവർക്കർ ആയാലും ഝാൻസി റാണി ആയാലും ഭഗത് സിംഗ് ആയാലും ഛത്രപതി ശിവാജി ആയാലും ഒക്കെ നമ്മുടെ മുന്നിൽ ഒട്ടേറെ ധീരന്മാരായിട്ടുള്ള ഭാരതപുത്രന്മാർ, അവർ എന്നാണോ വൈദേശികൻ ഭാരതത്തിലേക്ക് കടന്നു വന്നത് ആ കടന്നു വന്ന കാലം മുതൽ ചെറുത്തുനിൽപ്പിൻ്റെ, പ്രതിരോധത്തിൻ്റെ ആ വലിയൊരു പ്രവർത്തനം നമ്മുടെ മുന്നിൽ മാതൃകയാക്കി വച്ചു തന്നു, നമുക്ക് കാണിച്ചു തന്നു. സ്വന്തം പ്രാണൻ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും സ്വാഭിമാനത്തെ പണയപ്പെടുത്താതെ രാഷ്ട്രമാതാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുന്നേറുന്ന ആ കാഴ്ച നാം കണ്ടു. അതുതന്നെയാണ് നാമം അക്ഷരാർത്ഥത്തിൽ അനുവർത്തിക്കേണ്ടത്. അതായത് ഈ ഒരു സാഹചര്യം ഇന്ന് സംഘടനയ്ക്ക് മാത്രമാണ്, ആ സംഘടിത ശക്തിക്ക് മാത്രമാണ് ഈ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഓരോ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും സനാതന വിശ്വാസികളും മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ വരുന്ന ആഗസ്റ്റ് മാസം 16-ാം തീയതി, അതായത് നാളെ കോഴിക്കോട് ജില്ലയിൽ ചാലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്, കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ടിപ്പുവിൻ്റെ ആക്രമണത്തിന് വിധേയമായ തളി ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയൊരു ഹിന്ദു സമ്മേളനം അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി മാന്യ ദേവേഷ് ഉപാധ്യായ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. സമ്മേളനത്തിന് മുന്നിലായിട്ട് ദേശരക്ഷാ റാലിയും കോഴിക്കോട് നഗരത്തെ പ്രദക്ഷിണം ചെയ്ത് കടന്നു വരികയാണ്. ആ നൂറുകണക്കിന് ദേശസ്നേഹികളായിട്ടുള്ള രാഷ്ട്രീയ ബജറംഗദളിൻ്റെയും രാഷ്ട്രീയ മഹിളാ പരിഷത്തിൻ്റെയും സനാതനധർമ്മ വിശ്വാസികളുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് നൂറുകണക്കിന് ആളുകൾ അണിനിരക്കുന്ന ഭാരതത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അങ്ങനെ ഭഗവത് പതാക ഏന്തി അണിനിരക്കുന്ന ആ മഹാറാലിയിലേക്കും തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും അഖണ്ഡ ഭാരതത്തിനു വേണ്ടിയിട്ട്, ഭാരതമാതാവിൻ്റെ ഏകീകൃത രൂപത്തിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യുന്ന ഈ ശുഭ മുഹൂർത്തത്തിൽ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള സംഘടിത ശക്തിയിലൂടെയാണ് നമ്മുടെ ദേശീയതയ്ക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് സംഘടിത ഭാവം ഈ കേരളത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അനിവാര്യമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നെത്തണം. നമ്മുടെ പൗരാണികർ പണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്, വനാനി ദഹദോ വഹ്നെ സഖാ ഭവതി മാരുതഃ സയേപ ദീപനാശായ കൃഷിയെ കസ്യാസ്തി സൗഹൃദം. അതായത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്:
കാടു കത്തിക്കുന്ന കൊടും തീക്ക് കാറ്റ് തുണയായിട്ട് മാറും. അതേ കാറ്റ് തന്നെ വിളക്കിലെ നാദത്തെ കെടുത്തുകയും ചെയ്യും. അത് സൂചിപ്പിക്കുന്നത് ബലമില്ലാത്തവനോട് ആർക്കാണ് സൗഹൃദമുണ്ടാവുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഒറ്റപ്പെട്ട ഒരു നാദം എരിഞ്ഞുകൊണ്ടിരുന്നാൽ ചെറിയൊരു കാറ്റ് മതി ആ നാദത്തെ കെടുത്തിക്കളയും. പക്ഷേ കൊടുങ്കാട് കത്തുമ്പോൾ ആ കാട്ടിലുള്ള അഗ്നി അതൊരു മഹാ അഗ്നിയായിട്ട് ആ കാടിനെ മുഴുവൻ ഭസ്മീകരിക്കാൻ സാധിക്കുന്നു എങ്കിൽ, അത് ചെറിയ കാറ്റുകൊണ്ട് അത് ആളിപ്പടരുകയാണ് ചെയ്യുന്നത് എങ്കിൽ, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. കാടത്രയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ എതിർപ്പായി വരുന്ന വിളക്കിലെ നാദത്തെ കെടുത്തിയ ആ കാറ്റിനെ പോലും അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് ആ കാടിന് സാധിക്കുന്നു എങ്കിൽ, സംഘടിതമായിട്ടുള്ള അത്തരത്തിലുള്ള കാടിൻ്റെ ശക്തിയാണ് നാം സനാതനധർമ്മ വിശ്വാസികൾ അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹികൾ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിനെ പിറന്ന നാടിനെ അമ്മയായി കാണുന്ന, നമ്മുടെ രാഷ്ട്രമാതാവിനെ സ്നേഹിക്കുന്ന ഓരോ ദേശസ്നേഹികൾക്കും ഉണ്ടാവേണ്ടത്. ആ ദേശസ്നേഹികളുടെ കൂട്ടായ്മയാണ് കോഴിക്കോട് ചാലപ്പുറം നഗരത്തിൽ നാം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പിടി മണ്ണ് പോലും ഇനി ഒരു വിഘടനവാദിക്കും വിട്ടുതരില്ല. ഈ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സൃഷ്ടിച്ച, ലക്ഷക്കണക്കിന് മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തിയ, ക്രൂരമായിട്ടുള്ള മതഭ്രാന്തിൻ്റെ പേരിൽ വളരെ പൈശാചികമായിട്ട് ലക്ഷക്കണക്കിന് രാഷ്ട്രസ്നേഹികളെ അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യരെ കൊലപ്പെടുത്തിയ ഇത്തരമൊരു ദുരിതപൂർണമായിട്ടുള്ള വിഭജനത്തിൻ്റെ സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ നാടിൽ ഇനി അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കുറിക്കുന്ന മുഹൂർത്തമാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ ഒരു വേളയിൽ മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സാഹചര്യ കുറവുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ രാഷ്ട്രകാര്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കാര്യമാണ്, ഈ രാഷ്ട്രത്തോളം വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നുമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടി സ്ഥലത്തേക്ക് നാം എല്ലാവരും എത്തിച്ചേരണം. എല്ലാവർക്കും വിനീതമായിട്ടുള്ള സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നതോടൊപ്പം എൻ്റെ നമസ്തേ, നന്ദി.